വക്കീല പറയപ്പെട്ടിരിക്കുന്നു യജൂസു തക്ലീഫുൽ മുക്റഹി ബിമാ ഉക്രിഹ അലൈഹി ഔ ബിനഖീലിഹി. അനുവദനീയമാകുന്നതാണ് തക്ലീഫുൽ മുക്റഹി, മുക്റഹിനെ തക്ലീഫ് ചെയ്യൽ അനുവദനീയമാകുന്നതാണ്. പ്രബലമായ അഭിപ്രായം മുമ്പ് പറഞ്ഞു. ഇനി കീല പറയാണ് എന്താണ് മുക്റഹിനെ തക്ലീഫ് ചെയ്യൽ അനുവദനീയമാകും. ബിമാ ഉക്രിഹ അലൈഹി, ഏതൊന്നുകൊണ്ടാണോ അവൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒന്നുകൊണ്ട് അവനെ തക്ലീഫ് ചെയ്യൽ എന്താണ് അനുവദനീയമാകും. ഔ ബിനഖീലിഹി, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് തക്ലീഫ് ചെയ്യൽ എന്താണ് അനുവദനീയമാകും. ഏതൊന്നുകൊണ്ടാണ് നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആ കാര്യത്തെ കൊണ്ട് ചെയ്യടാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആ നിർബന്ധിക്കുന്ന കാര്യം നീ എന്ത് ചെയ്യരുത്. അങ്ങനെ തക്ലീഫ് ചെയ്യലെന്താണ് പറ്റുന്നതാണ്. ഇത് കുദ്റത്തി അലംതിസാലിദാരിക്ക, കാരണം എന്താണ് അവന് കഴിവുള്ള കാരണമായിട്ട് അലംതിസാലിദാരിക്ക അതിന് വഴിപ്പെടുന്നതിൻ്റെ മേലെ അത് ചെയ്യൽ കൊണ്ട് വഴിപ്പെടുക. അതുകൊണ്ടുള്ള കൽപ്പനയാകുമ്പോൾ മുക്കറുകൊണ്ടുള്ള കൽപ്പനയാകുമ്പോൾ അത് ചെയ്യാതിരിക്കൽ കൊണ്ട് വഴിപ്പെടുക. നക്കീൽ കൊണ്ടുള്ള കൽപ്പനയാകുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണോ നിർബന്ധിക്കുന്നത്, ചെയ്യാതിരിക്കൽ കൊണ്ട് വഴിപ്പെടുക. അങ്ങനെ അവനക്ക് അത് വഴിപ്പെടുന്നതിൻ്റെ മേൽ കഴിവുള്ള കാരണമായിട്ട് പറ്റും എന്നാണ് കീല കേട്ടോ. ബിയാൻ യഅ്തിയൽ മുക്റഹ, അതെങ്ങനെയാണ്? ബിയാൻ യഅ്തിയ ബിൽ മുക്റഹി, അവൻ മുക്റഹായ കാര്യത്തെ കൊണ്ടുവരൽ കൊണ്ട് അലിഹി, ഏതൊന്നിൻ്റെ മേലാണോ നിർബന്ധിക്കപ്പെടുന്നത് ആ കാര്യത്തെ അവൻ കൊണ്ടുവരൽ കൊണ്ട് എങ്ങനെ കൊണ്ടുവരിക? ദായി ഷറഈ, അത് കാരണത്താൽ ഒരു ഷറഇൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരിക. ഷറ ആവശ്യപ്പെടുന്നു, ഷറ അവനോട് എന്ത് ചെയ്യുന്നു, ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ആ ഷറഇൻ്റെ ആവശ്യത്തെ കരുതി ആവശ്യത്തിന് വേണ്ടി ഏതൊന്നിൻ്റെ മേലാണോ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ കാര്യത്തെ കൊണ്ടുവരിക കേട്ടോ. ഉദാഹരണമാണ് പറയുമ്പോൾ കുറേ കൂടെ വ്യക്തമാവും. കമൻ, ഒരുത്തനെ പോലെ ഉക്രിഹ, അവൻ നിർബന്ധിപ്പിക്കപ്പെട്ടു അല അദാ ഇസ് സക്കാത്തി, സക്കാത്ത് കൊടുത്തു വിട്ടുന്നതിന് നിർബന്ധിപ്പിക്കപ്പെട്ടു. അപ്പം വാളൊക്കെ, അത് തോക്കൊക്കെ, റിവോൾവറൊക്കെ എന്താണ് രണ്ട് സൈഡിലും തൂക്കി രാജ്യത്തിൻ്റെ ഭടന്മാർ, മനസ്സിലായല്ലേ, പട്ടാളമോ അല്ലെങ്കിൽ പോലീസോ വന്നിട്ട് പറയാണ് നിങ്ങളെന്താ ഈ പൊതുഖജനാവിലേക്കുള്ള സക്കാത്ത് നിങ്ങളുടെ വിഹിതം, നിങ്ങളുടെ ഷെയർ കൊടുക്കാത്തത് എന്താ? അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്നും പറഞ്ഞാൽ എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് വർത്താനം പറഞ്ഞ് അവർ എന്തും ചെയ്യാൻ തയ്യാറായ പരുവത്തിലാണ് അവരുടെ വരവ്. അങ്ങനെയുണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ആരായി? ബലം പ്രയോഗിക്കപ്പെട്ട ആളായി, മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ ഈ ബലാത്കാരത്തിന് വിധേയമായിട്ടാണ് അത് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ അത് നീത്ത് വയ്ക്കാം, കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, നീത്ത് വയ്ക്കാം. ഞാൻ കൊടുക്കൽ നിർബന്ധമായ ഷറ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സക്കാത്ത് ഞാൻ കൊടുക്കുന്നു, അറിയില്ലേ? അങ്ങനെ അതിന് കഴിയും എന്നാണ് ഇക്കിലക്കാർ പറഞ്ഞത്. മനസ്സിലാവണോ? അങ്ങനെ അവർക്ക് കഴിയുന്ന സാഹചര്യമുണ്ട്. കമൻ ഉക്രിയ അല അദായി സക്കാത്തി, എന്നൊരുത്തനെ പോലെ സക്കാത്ത് കൊടുത്തു വിട്ടാൻ അതിൻ്റെ മേലെ നിർബന്ധിക്കപ്പെടുന്ന ഒരുത്തനെ പോലെ. അതാണ് ആ മുക്കറ ആലയി കൊണ്ട് അവനെ കൽപ്പിക്കൽ പറ്റുമെന്ന് പറഞ്ഞ ഒരു ഉദാഹരണമാണത് കേട്ടോ. ഇപ്പം നവാഹ, അപ്പോൾ അതെടുത്ത് കൊടുത്തു, അവൻ ആ സക്കാത്തിന് എന്ത് ചെയ്തു, കൊടുക്കുന്നു കരുതുകയും ചെയ്തു. എന്താ അഹ്ദിഹ, ആ സക്കാത്തിന് ഇവരൊക്കെ വന്ന് ഈ സെറ്റപ്പിൽ വന്നിട്ട് ഇവരുന്നാണ് പിടിച്ചെടുത്ത് ഈ സക്കാത്ത് കൊണ്ടുപോകുമ്പോൾ കണക്കൊക്കെ നോക്കി, ഇത്ര സാധനം, ഇത്ര ഒട്ടകം, ഇത്ര ആട്, ഇത്ര സ്വർണം, ഇത്ര വെള്ളി, നമ്മുടെ കണക്ക് വലിയ ധനാണ്ടിനാ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇവനതിനെ കരുതുക. മിൻഹു, അവരിൽ നിന്നും, ആ സമ്പന്നനായ വ്യക്തിയിൽ നിന്നും ഈ സക്കാത്തിനെ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ എന്താണ്, എൻ്റെ സക്കാത്ത് ഞാനീ കൊടുക്കുന്നത്, മനസ്സിലായില്ലേ എന്ന രീതിയിൽ അവൻ ചെയ്യുക, കരുതുക. അങ്ങനെ കരുതൽ അവർക്ക് പറ്റും, അതുകൊണ്ടത് വഴിപ്പെടാൻ സാധിക്കും. ഔ ബിനഖീലി, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് കൽപ്പന വരുന്ന സാഹചര്യം, മനസ്സിലായില്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ്, അത് ചെയ്യരുത് നീ, അത് നിർബന്ധിക്കുന്ന കാര്യം നീ എന്ത് ചെയ്യരുത്, ചെയ്യരുത് എന്നുകൊണ്ടും കൽപ്പിക്കൽ എന്താണ് പറ്റും, അതിന് വഴിപ്പെടാൻ സാധിക്കും. സ്വാബിറൻ, അതെങ്ങനെയാ? ക്ഷമിച്ചവനായ നിലയിൽ, അലാമ ഉക്രിയ ബി, ഏതൊന്നുകൊണ്ടാണോ അവൻ നിർബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഒന്നിൻ്റെ മേൽ അവൻ ക്ഷമിച്ചവനായ നിലയിൽ. ഇവരോട് പറയാണ് മദ്യം കഴിക്കണമെന്ന് പറയാണ്, മദ്യം കുടിക്കണം എന്ന് പറയാണ്. അമ്മാനെ മദ്യം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറയാൻ ആവശ്യപ്പെടാണ്, മദ്യം കുടിക്കടാ, കുടിച്ച് നിന്നെ ഇപ്പോൾ കൊല്ലുമെന്ന് പറയാണ്. അപ്പോൾ ഞാൻ മരിച്ചു പോട്ടെ, എന്നാൽ ഞാൻ എന്ത് ചെയ്യില്ല, നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന
അതിനെ പേര് ഏൽപ്പിക്കുന്ന പീഡനങ്ങളും ആ ബുദ്ധിമുട്ടും എന്തൊക്കെയാണോ അത് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ഷമിക്കുന്നു. മനസ്സിലായില്ലേ? അത് ക്ഷമിച്ച് അത് കുടിക്കാതെ ഇരിക്കുക. കുടിക്കാനാണ് നിർബന്ധിക്കുന്നത്. ഇവര് നെക്കിയെന്താ കുടിക്കാതിരിക്കുക, അതും അവനക്ക് സാധിക്കും എന്നാണ് ഈ കീലക്കാർ പറയണേ കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടെന്താണ് ആ കൽപ്പിക്കൽ ജായിസാവും. അതെങ്ങനെയാ? സ്വാബിറൻ അലാമാവുക്കുരിയ ബി, ഏതൊന്നിൻ്റെ മേലാണ് നിർബന്ധിക്കപ്പെടുന്നത് ആ കാര്യത്തിൻ്റെ മേൽ അവൻ ക്ഷമിച്ചവനായ നിലയിൽ കേട്ടോ. വൈല്ലം യുക്കല്ലിഫു ഷാരിഉ, ഷാരി അവനോട് കീർത്തിക്കുന്നില്ലെങ്കിലും ശരി. ഷാരി എന്ന് പറയുമ്പോൾ അള്ളാഹു റസൂലും, അഥവാ ഷറഇൻ്റെ ഓർഡർ പ്രഖ്യാപിച്ചിരിക്കുന്ന അള്ളാഹു താലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെ നീ ക്ഷമിച്ചോളണം. അങ്ങനെ ക്ഷമിച്ച് നീ മരണത്തിന് വിധേയമായി പീഡനത്തിന് വിധേയമായി അത് കുടിക്കാതിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ കൽപ്പന ഉണ്ടായിട്ടില്ലെങ്കിലും ശരി, വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അപ്രകാരം ഒരു ഏറ്റെടുക്കൽ നടത്താവുന്നതാണ്. പയ്യിലെ മുക്കലിബു ഷാരിയോ അസ്വബറാലി, ആ പീഡനത്തിൻ്റെ മേലെ, ആ ഇടങ്ങേർപ്പെടുത്തുന്നതിൻ്റെ മേലെ, ആ വേദനിപ്പിക്കുന്നതിന് മേൽ ക്ഷമിക്കൽ കേട്ടോ. ക്ഷമിക്കാൻ അവനോടെന്താണ് ഷാരിയെ കൽപ്പിക്കുന്നില്ലെങ്കിലും ശരി. ഏതുപോലെ കമൻ, അനുദാഹരണം പറയാം. ഒരുത്തനെ പോലെ ഉക്രിയ, അവൻ നിർബന്ധിപ്പിക്കപ്പെട്ടു അലാ ഷുറുബിൽ ഹം, കള്ള് കുടിക്കുന്നതിൻ്റെ മേൽ നിർബന്ധിക്കപ്പെട്ടു. കള്ള് കുടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ബലാത്കാരം ചെയ്യപ്പെട്ടു. ഫംതനാമിൻഹു, അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഞാൻ കള്ള് കുടിക്കൂല, മദ്യം ഞാൻ കഴിക്കില്ല. ഫംതനാമിൻഹു, ആ മദ്യം കഴിക്കുന്നവൻ വിലങ്ങി നിന്നു, തടസ്സപ്പെട്ടു നിന്നു, തടസ്സം പിടിച്ചു നിന്നു. സ്വാബിറൻ, അവൻ ക്ഷമിച്ചവനായ നില, അൽ ഉഖൂബത്തി, അവർ നൽകുന്ന ഉഖൂബത്ത് ശിക്ഷ, ആ ശിക്ഷയുടെ മേൽ ക്ഷമിച്ചവനായ നില എന്ത് ചെയ്തു? അവിടെ മുംതനിയായിട്ട് തടസ്സപ്പെട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഖൗലുൽ അവ്വൽ, ആദ്യം പറഞ്ഞ അഭിപ്രായമാവുന്ന ലിൽ മുഅ്തസിലത്തി, ആർക്കുള്ളതാ? മുഅ്തസിലത്തിനുള്ളതാ. കൽപ്പിക്കാൻ പറ്റൂല, മുക്റഹ് കൊണ്ട് കൽപ്പിക്കാൻ പറ്റൂല എന്നല്ല ആദ്യം പറഞ്ഞേ, കദൽ മുക്റഹു എന്നല്ല പറഞ്ഞേ. ആ അഭിപ്രായം ആരുടെയാ? അത് മുഅ്തസിലത്തിൻ്റെ അഭിപ്രായമാണ്. ഒസാനി, രണ്ടാമത് പറഞ്ഞത് എന്താണ്? മുക്റഹിനെ കൽപ്പിക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞില്ല നമ്മൾ, ഇപ്പോൾ പറഞ്ഞു വെച്ചില്ല നമ്മൾ, അത് പറ്റുമെന്നുള്ള അഭിപ്രായം അശാഇറത്തി, ആർക്കുള്ളതാണ്? അശ്ശരി മദ്ഹബിലെ അയിമത്തിനുള്ള അഭിപ്രായമാണ്. മുസന്നിഫു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മടങ്ങി. മുസന്നിഫിയുടെ മുഖ്താറാക്കിയത് ആരുടെ അഭിപ്രായത്തെയാ? മുഅ്തസിലത്തിൻ്റെ അഭിപ്രായത്തെ മുഖ്താറാക്കിയത്. അതിനെപ്പറ്റി പിന്നെ ആര് പറയാണ്? ഷാരിയ അലിമാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മടങ്ങി, ആഖിറൻ അവസാനം, പിന്നീട് മടങ്ങി. ഇതിലേക്ക് ഈ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ അഭിപ്രായത്തിൽ മുക്റഹിനെ എന്താണ് തക്ലീഫ് ചെയ്യാൻ പറ്റും എന്ന അഭിപ്രായത്തിലേക്ക് മടങ്ങി എന്ന് പറയാം കേട്ടോ. ഫറജായിലയിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ അശായിറത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് മടങ്ങി, ആഖൻ പിന്നീട് മടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അമിൻ തൗജീഹിഹിമ, നീ അത് രണ്ടിനെയും ഒക്കെ വെച്ചുകൊണ്ട് ആര് പറയാണ്? അഹ്ലിമാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഷാരി പിന്നെ പറയാണ്, ഈ രണ്ട് അഭിപ്രായത്തിൻ്റെ ന്യായീകരണത്തിൻ്റെ ഭാഗത്തിൽ നിന്നും, ഇവിടെ ന്യായീകരണം പറഞ്ഞല്ലോ, ആ ന്യായീകരണത്തിൽ നിന്നും യുഅലമു അറിയപ്പെടും, അന്നഹു ലാ ഖിലാഫ ബൈനഹുമാ, നിശ്ചയമായും എന്താണ്, ഇവ രണ്ടിൻ്റെയും ഇവിടെ നിന്നില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അമിൻ തൗജീഹിമ, ഇവ രണ്ടിൻ്റെയും ന്യായാന്യായങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ, അതിൻ്റെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും, യുഅലമു അറിയപ്പെടും, അന്നഹു നിശ്ചയമായി രണ്ട് അഭിപ്രായങ്ങളുടെ ഇടയിൽ ലാ ഖിലാഫ ബൈനഹുമാ, ഇവർ രണ്ടിൻ്റെ ഇടയിൽ നിന്നില്ല, അഭിപ്രായ വ്യത്യാസം ഇല്ല കേട്ടോ. അപ്പോൾ അന്ന തഹഖീഖ, അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നറിയപ്പെടും, നിശ്ചയമായും തഹഖീഖ് മാൽ അവ്വലി, ആദ്യത്തോടുകൂടിയാണ് എന്ത് തഹഖീഖ്. ഇവിടെ പറഞ്ഞില്ലേ വഇല്ലം യുക്കല്ലിഫു ഷാരിഉ എന്നൊക്കെ പറഞ്ഞില്ലേ, സബൂർ ചെയ്ത് നിൽക്കാന്ന് പറയുന്നതാണ്. തക്ലീഫ് ചെയ്തിട്ട് ഷാരിയെ തക്ലീഫ്, അതിനെ ആദ്യം പറഞ്ഞത് അല്ലേ, തക്ലീഫ് ഇല്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് പറയാണ് അന്ന തഹഖീഖ, നിശ്ചയമായും തഹഖീഖ് മാൽ അവ്വലി, ആരോടുകൂടിയ ആദ്യം പറഞ്ഞ അഭിപ്രായം. ഇതിലൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം ശരിയെങ്കിൽ ശരിയെന്ന് തന്നെ പറയും. മനസ്സിലായില്ലേ? അത് ശരികളല്ലാത്ത പറയുമ്പോൾ അതാണ് നിങ്ങൾ പറഞ്ഞത് ശരിയില്ലാന്ന് പറയുള്ളൂ. അല്ലാണ്ട് അതിൽ വിട്ടുള്ള അന്ധമായ ആ എതിർപ്പും വിരോധവും മനസ്സിലായില്ലേ? ഒന്നിനോടും ഒരാളോടും ഇല്ല കേട്ടോ. എന്ന നിലയ്ക്ക് മഹല്ലിമാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു, അന്ന തഹഖീഖ മാൽ അവ്വൽ, ഇതിൻ്റെ തഹഖീഖായ സുസ്ഥിരമായ ആ നിലപാട് കിടക്കുന്നത് ഉള്ളത് മാൽ അവ്വൽ,
ആ ആദ്യം പറഞ്ഞ അഭിപ്രായത്തോടു കൂടിയാണ്. പല്യത്താമ്പൽ. പിന്നെ അത് പറഞ്ഞിട്ട് തീരുന്നില്ല. പല്യത്താമ്പൽ അത് സംബന്ധമായി നീ എന്ത് ചെയ്യുക, ചിന്തിക്കുക, നീ കൂടുതൽ പര്യവേഷണം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നും കൂടി ഷാരി മഹലിമ റഹ്മത്തുള്ളാഹി തആല പറയുക.